കീമിൽ കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ പുതിയ ഫോർമുല നടപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് സംഭവിച്ചത് ഗുരുതര വീഴ്ച. ദീർഘവീക്ഷണമില്ലാതെ വൈകിയ വേളയിൽ ഫോർമുല മാറ്റിയതിനാൽ ഒരുപാട് വിദ്യാർത്ഥികളുടെ ഇഷ്ടപഠന അവസരം സർക്കാർ അങ്ങനെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. മാർക്ക് ഏകീകരണ ഫോർമുല അവസാന നിമിഷം മാറ്റുന്നതിനെതിരെ മന്ത്രിസഭാ യോഗത്തിൽ ഭിന്നത ഉണ്ടായിട്ടും സർക്കാർ മുന്നോട്ട് പോയി. വീഴ്ചയെക്കുറിച്ച് ചോദിച്ചപ്പോൾ മന്ത്രി ആർ ബിന്ദു പൊട്ടിത്തെറിക്കുകയും ചെയ്തു. റിപ്പോർട്ട് കാണാം. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളോട് എനിക്ക് വിശദീകരിക്കേണ്ട ബാധ്യതയൊന്നുമില്ല. നിങ്ങളൊക്കെ വലിയ CID-കളാണല്ലോ. കോടതി അതൊന്നും ചോദിച്ചിട്ടില്ല. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന് പറയുന്ന പോലെയാണ് കീം പിഴവിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ രോഷപ്രകടനം. കീമിൽ സർക്കാരിന് ഇപ്പോൾ സംഭവിച്ച പരാജയം മന്ത്രിസഭയിലെ ചില മന്ത്രിമാർ മുൻകൂട്ടി കണ്ടിരുന്നു. ജൂൺ 30 ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇപ്പോഴുള്ള മാർക്ക് ഏകീകരണ രീതി മാറ്റിയാൽ തിരിച്ചടിയാകുമെന്ന സംശയം ചില മന്ത്രിമാർ ഉന്നയിച്ചതാണ്. അത് മുഖവിലയ്ക്കെടുത്ത് മുന്നോട്ട് പോകാത്തതിനാലാണ് കോടതിയിൽ അടികിട്ടിയപ്പോൾ ഇപ്പോൾ രോഷം കൊള്ളേണ്ടി വരുന്നത്. മന്ത്രിസഭ കുട്ടികൾക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനമെടുത്തത്. അത് വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഫോർമുലയെ മുൻനിർത്തി തന്നെയാണ്. അതിലിപ്പോഴും യാതൊരു സംശയവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കീം മാർക്ക് ഏകീകരണ മാറ്റത്തിന് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന്റെ തലേ ദിവസം വരെ സർക്കാർ കാത്തിരിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. നിലവിലുള്ള മാർക്ക് ഏകീകരണ രീതിയിൽ കേരള സിലബസിലെ വിദ്യാർത്ഥികൾ പിന്നിലാകുകയാണ് എന്ന ആശങ്ക കഴിഞ്ഞ കുറേ നാളായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരുപോലെ ഉന്നയിക്കുന്ന വിഷയമാണ്. പുതിയ ഫോർമുല പ്രകാരമുള്ള കീം റാങ്ക് പട്ടിക ഹൈക്കോടതി റദ്ദാക്കി പഴയ മാർക്ക് ഏകീകരണത്തിലുള്ള പട്ടിക വന്നപ്പോൾ 5ാം റാങ്ക് ഉണ്ടായിരുന്ന CBSE വിദ്യാർത്ഥി 1ാം റാങ്കുകാരനായി. കേരള സിലബസുകാർ പിന്നിലായി. ആദ്യ റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്ക് ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ പലരും അഖിലേന്ത്യാ റാങ്ക് ലിസ്റ്റിലെ നല്ല അവസരം ഒഴിവാക്കി കാത്തിരുന്നു. ഇപ്പോഴിതാ പഴയ ഫോർമുലയിലെ പട്ടിക വന്നപ്പോൾ പ്രതീക്ഷിച്ച കോളേജിൽ ഇഷ്ടവിഷയം പഠിക്കാൻ കഴിയാത്ത അവസ്ഥയുമായി. മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ചേർന്നു. നമ്മൾ 5.5 ലക്ഷം രൂപ ഇവിടെ ഫീസ് അടിച്ചൊരു കൊല്ലത്തേക്ക്. അപ്പോഴാണ് കീമിൻ്റെ റിസൾട്ട് വരുന്നത്. കീമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കേരളത്തിലെ 1-2 പ്രധാനപ്പെട്ട കോളേജുകളിൽ കിട്ടുമെന്നുള്ളതുകൊണ്ട് നമ്മൾ ആ സീറ്റ് ഒഴിവാക്കി ഡിസ്കണ്ടിന്യൂഷൻ കൊടുത്ത്, അതും നമ്മൾ കീമിൻ്റെ റിസൾട്ട് വന്ന് ഒരാഴ്ച വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അവിടെ പോയിട്ട് സീറ്റ് ക്യാൻസൽ ചെയ്യുന്നത്. ഇപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഇതും ക്യാൻസലായി. അപ്പോൾ ഈ കുട്ടികളുടെ ഫലത്തിൽ എന്തായി, പിന്നെ എവിടെയല്ലാത്ത രൂപത്തിലേക്കായി. പുതിയ മാർക്ക് ഏകീകരണ ഫോർമുല നേരത്തെ തയ്യാറാക്കി പ്രോസ്പെക്ടസ് പുറത്തിറക്കാത്ത ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ് പ്രതിസ്ഥാനത്ത്. ജൂലൈ 1-നാണ് കീം റാങ്ക് പട്ടിക പുറത്തിറക്കിയത്. തലേ ദിവസം വരെ ഫോർമുല മാറ്റം നടപ്പാക്കാതെ ഉറങ്ങിയതാണ് ഗുരുതര വീഴ്ചയ്ക്ക് കാരണം. പുതിയ ഫോർമുല ഈ വർഷം നടപ്പാക്കണമെന്ന് വിദഗ്ധ സമിതി പറഞ്ഞിട്ടുമില്ല. കോടതിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള തിരിച്ചടിയും വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന പ്രയാസവും സർക്കാർ മുൻകൂട്ടി കണ്ടില്ല. കളി തുടങ്ങിയതിന് ശേഷം കളി നിയമം മാറ്റുക എന്ന് പറഞ്ഞ പോലെ ചെയ്തതിൻ്റെ ഫലം അനുഭവിക്കുന്നത് വിദ്യാർത്ഥികളാണ്. വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയതിന് ഗവൺമെന്റാണ് ഉത്തരവാദി. സംസ്ഥാന സർക്കാർ കീം വിഷയത്തിൽ ആകെ സ്വീകരിച്ച വിവേകപൂർണമായ തീരുമാനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിക്കെതിരെ അപ്പീൽ പോകാത്തതാണ്. അയൽ സംസ്ഥാനങ്ങളിൽ എഞ്ചിനീയറിംഗ് പ്രവേശന സമയമായതിനാൽ അപ്പീലുമായി വീണ്ടും കോടതി കയറിയാൽ വിദ്യാർത്ഥികൾക്ക് ഇവിടെയും അവിടെയും ഇല്ലെന്ന അവസ്ഥ വരും. കേരള സിലബസ് വിദ്യാർത്ഥികൾക്കായി ഫോർമുല ഉണ്ടാക്കുമ്പോഴും ഒരു കാര്യം മറക്കരുത്, CBSE വിദ്യാർത്ഥികളും കേരളത്തിലെ വിദ്യാർത്ഥികളാണ്, മിടുക്കരാണ്. നീറ്റ് മാതൃകയിൽ +2 മാർക്ക് മാനദണ്ഡമാകാതെ എല്ലാ സിലബസുകാരെയും ഉൾക്കൊള്ളുന്ന മാനദണ്ഡമാകണം കീമിലും ഉണ്ടാകേണ്ടത്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയൊക്കെ തന്നെ വലിയ ഒരു ആശങ്ക. അവരുടെ ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ചോദ്യങ്ങൾക്ക് സ്വാഭാവികമായും ഉത്തരം നൽകേണ്ടത് സർക്കാരാണ്. ആ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി കൃത്യമായി ലഭ്യമാകാത്ത ഒരു സാഹചര്യം വരുമ്പോൾ എന്താണ് ഇനിയുള്ള പരിഹാരങ്ങൾ? രക്ഷിതാക്കളെ സംബന്ധിച്ചുള്ളവർക്ക് മുന്നിലുള്ള മറ്റ് വഴികൾ എന്താണ്? ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അക്ഷയ് ബിജു 3ാം റാങ്കുകാരനായിരുന്ന വിദ്യാർത്ഥി 8ാം റാങ്കുകാരനായി മാറി. അക്ഷയ് ബിജു നമ്മോടൊപ്പം ചേരും. തത്സമയം വിദ്യാഭ്യാസ പ്രവർത്തകൻ ശ്രീ പ്രേമചന്ദ്രൻ ചേരുന്നുണ്ട്. KK ഷിനിത്ത രക്ഷിതാവ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ആദ്യം രക്ഷിതാവിൽ നിന്ന് തന്നെ തുടങ്ങാൻ അല്പസമയത്തിനകം അക്ഷയ് ബിജു ജോയിൻ ചെയ്യും. ശ്രീ KK ഷിനിത്ത്, നോക്കൂ, ഒരു അവധാനതയില്ലാതെ വളരെ സില്ലിയായിട്ട് ഒരു നയം നടപ്പിലാക്കുമ്പോൾ അതിനെ കൈകാര്യം ചെയ്ത രീതി മൂലം വലിയ വില കൊടുക്കേണ്ടി വരുന്ന രക്ഷിതാക്കൾക്കാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഖിലേന്ത്യാ സാങ്കേതിക വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ ആ സമയക്രമത്തിനനുസരിച്ച് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കണം. അപ്പോൾ ഇവിടെ വരുന്ന വലിയൊരു ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ട് എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ രക്ഷിതാവ് എന്ന നിലയിൽ രക്ഷിതാവ് വിദ്യാർത്ഥികളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ശ്രീ ഷിനിത്ത. അന്ന് മ്യൂട്ട് മാറ്റി സംസാരിക്കാമോ ശ്രീ ഷിനിത്ത്? നമുക്ക് നേരത്തെ തന്നെ ഈ റിസൾട്ട് വരികയാണെങ്കിൽ നമുക്ക് മറ്റേ റിസൾട്ടിന്റെ കൂടെ തന്നെ അതിലെ തൊട്ടടുത്ത ദിവസം വന്നിരുന്നെങ്കിൽ നമുക്ക്
അഖിലേന്ത്യാ റാങ്കിന്റെ കൂടെ തന്നെ കോളേജുകളിൽ ചേരാമായിരുന്നു. ഇപ്പൊ നമ്മള് മറ്റു കോളേജുകളിൽ ചേർന്നു. അവിടെ നിന്ന് നമ്മൾ കീമിന്റെ റിസൾട്ട് വൈകിട്ടാണ് വന്നതെങ്കിൽ പോലും കേരളത്തിലെ കോളേജുകളിൽ പഠിക്കാൻ പറ്റും. കാരണം കുട്ടികൾ നമ്മൾ ഇവിടെ തന്നെ നല്ല മാർക്ക് വാങ്ങി. കാരണം 300 മാർക്ക് സബ്ജക്റ്റിന് വാങ്ങിയിട്ടാണ് ഈ കുട്ടികൾ എൻട്രൻസ് എക്സാം എഴുതുന്നത്. അപ്പൊ അതിന്റെ കൂടെ ഈ ഫോർമുല കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ടുള്ളതാണെങ്കിൽ പോലും ഇപ്രാവശ്യം പുനഃപരിശോധിച്ചപ്പോൾ നമ്മൾ നല്ല നിലയിൽ സർക്കാർ എടുത്ത നിലപാട് കുട്ടികൾക്ക് അനുകൂലമാണ്. പക്ഷെ അത് ആത്യന്തികമായി വന്നു ചേർന്നിരിക്കുന്നത് ഇപ്പോൾ ഭയങ്കര മോശമായ രൂപത്തിലേക്ക്, കുട്ടികളുടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വന്നു ചേർന്നു. ഇതിനകത്ത് പരിഹരിക്കാൻ കഴിയുന്ന കാര്യം കോടതിക്ക് മുമ്പാകെ ഇപ്പൊ ഇവർ സബ്മിറ്റ് ചെയ്യുമ്പോൾ രണ്ടാമത് ഇപ്പൊ ഇന്നലെ പ്രസിദ്ധീകരിച്ച ലിസ്റ്റിലേക്ക് വരുമ്പോഴും ഈ 25 മാർക്ക് കുറയ്ക്കുക എന്നുള്ളതിൽ നിന്ന് മാറ്റം വരുത്തി അതിനകത്ത് CBSE-കാർക്ക് പരിഗണന കൊടുക്കണമെങ്കിൽ കുറച്ചുകൂടി മാർക്ക് നേരത്തെ നിന്ന് കുറച്ചുകൂടി കുറച്ച് ഒരു 5-10 മാർക്കാണ് കുറയുന്നെങ്കിൽ ഇത്തരത്തിൽ വല്ലാതെ പിന്നോട്ട്. ഇപ്പൊ നമുക്കറിയാം 850-ഉം 900 ഒക്കെ റാങ്കുള്ള കുട്ടികൾ 1800-ലേക്കും 2000-ലേക്കൊക്കെയാണ് പോകുന്നത്. അപ്പൊ 1000-1500 കുട്ടികളാണ് ഇവരുടെ മുമ്പിൽ കയറി വരുന്നത്. ഇവർക്ക് പഠിക്കാൻ ഇനി ഏത് കോളേജിൽ പോകും? ഈ റിസൾട്ട് വന്നപ്പോ പ്രതീക്ഷിച്ചിരുന്ന 1-2 കോളേജുകൾ, അതിൽ നിന്ന് അവിടത്തേക്ക് ചേരാൻ കഴിയില്ല. അതിൽ നിന്ന് പിന്നോട്ട് 4-5 പിന്നിലേക്കുള്ള കോളേജുകളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു. ഇത് തെറ്റാരുടെ ഭാഗത്താണെങ്കിൽ പോലും മാനസികമായും കുട്ടികൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ വന്നു ചേർന്നിരിക്കുന്നത്. തീർച്ചയായും അതാണ് ഷിനിത്ത്. ഞാൻ ഷിനിത്തിലേക്ക് മടങ്ങിയെത്തി. ഇപ്പോൾ അക്ഷയ് ബിജു കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ അക്ഷയ് ബിജു, അക്ഷയ് എന്തായാലും വലിയൊരു 3ാം റാങ്ക് കിട്ടിയ അക്ഷയാണ് 8ാം റാങ്കിലേക്ക് പോവുകയാണ്. വലിയ വ്യത്യാസമില്ലെങ്കിൽ കൂടിയും എന്താണ് അങ്ങനെ ഒരു റിസൾട്ടിലൊരു വിടവ് വരുമ്പോൾ, ഒരു ഗ്യാപ്പ് വരുമ്പോൾ അക്ഷയ് എന്താണ് അക്ഷയ്ക്ക് പറയാനുള്ളത്? ഹലോ, അക്ഷയ് കേൾക്കാമോ? പറഞ്ഞോളൂ. ഞാൻ കേരള സിലബസിലായിരുന്നു പഠിച്ചത്. ആദ്യത്തെ റിസൾട്ടിൽ 3ാം റാങ്കും അടുത്ത റിസൾട്ട് ആയപ്പോ 8ാം റാങ്കിലും എത്തിയതിൽ കുറച്ച് മാനസിക വിഷമമുണ്ട്. കൂട്ടുകാരുടെയൊക്കെ റിസൾട്ട് എങ്ങനെയാണ്? കേരള സിലബസിൽ പഠിച്ച മറ്റ് കൂട്ടുകാരുടെയൊക്കെ റിസൾട്ട് എങ്ങനെയാണ് വരുന്നത്? കേരള സിലബസിൽ പഠിച്ച എല്ലാവരുടെയും റിസൾട്ട് ചിലവരുടെ വളരെയധികം ബാക്കോട്ടും ചിലത് കുറച്ചൊക്കെ ബാക്കോട്ടും പോയിട്ടുണ്ടായിരുന്നു. മോൻ ഇപ്പോൾ എവിടെയാണ്? അക്ഷയ്ക്ക് ഇപ്പോൾ ഇവിടെ കിട്ടിയേക്കുന്നത് എവിടെയാണ്? കാൺപൂർ IIT കിട്ടിയില്ലേ? ഞാൻ JEE അഡ്വാൻസ് എക്സാമിന്റെ റാങ്ക് വെച്ചിട്ട് കാൺപൂർ IIT കമ്പ്യൂട്ടർ സയൻസിന് ചേരാൻ തീരുമാനിച്ചത്. അപ്പോൾ ഈ മറ്റ് കൂട്ടുകാരോട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെയൊക്കെ, കാരണം എല്ലാവർക്കും ഒരു ആഗ്രഹമാണ്, കാരണം ഈ ആദ്യത്തെ റിസൾട്ട് വരുമ്പോൾ ഒരുപാട് ഗ്യാപ്പിലുള്ള ആളുകളൊക്കെയാണ്. അതായത് 100ാം റാങ്ക് ഉണ്ടായിരുന്ന ആളുകൾ പോലും 1000-ന് അപ്പുറത്തേക്ക് പോയി, അല്ലെങ്കിൽ 2000 അടുപ്പിച്ചൊക്കെ പോയി എന്നാണ് പറയപ്പെടുന്നത്. അത് സത്യമാണോ? അത് സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികളുടെ റാങ്ക്, ചിലരുടെ റാങ്ക് ഒക്കെ വളരെയധികം ബാക്കോട്ട് തന്നെ പോയിട്ടുണ്ട്. അത് കുട്ടികൾ ഇപ്പം ഏത് കോളേജിൽ ചേർന്ന് തീരുമാനം എടുക്കുന്നതിലൊക്കെ വളരെ പ്രശ്നങ്ങൾ എത്തിയിട്ടുണ്ട്. അതായത് നമുക്കൊരു ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. അതെ, അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെയാണ്. കാരണം ഒരുപാട് രക്ഷിതാക്കളൊക്കെ നമ്മെ ബന്ധപ്പെടുന്നുണ്ട്. അവരൊക്കെ പറയുന്നതനുസരിച്ച് ഇണങ്ങിയാൽ കുട്ടികൾക്ക് മാനസികമായിട്ടൊക്കെ അവർ സന്തോഷത്തിലിരുന്ന, കാരണം ഫസ്റ്റ് റിസൾട്ട് വരുമ്പോൾ വലിയ രീതിയിലൊക്കെ തന്നെ നല്ല മികച്ച റാങ്കിങ് നിലവാരമൊക്കെ കിട്ടിയ ആളുകളൊക്കെ ഇങ്ങനെ പിന്നോക്കം പോകുമ്പോഴുണ്ടാകുന്ന ഒരു അവസ്ഥ എന്താണ്? കൂട്ടുകാരുടെ സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുറെ പേർക്കൊക്കെ ആദ്യത്തെ റിസൾട്ട് വന്നപ്പം തീരുമാനിച്ചു വെച്ച കോളേജിൽ അടുത്ത റിസൾട്ട് വന്നപ്പോൾ കിട്ടാത്ത അവസ്ഥയായിട്ടുണ്ട്. അതിപ്പോ ഒരുപാട് പേര് ഭയങ്കര സങ്കടത്തിലാണ്. ഈ നമ്മൾ അക്ഷയുടെ സുഹൃത്തുക്കൾ അവരുടെയൊക്കെ തന്നെ അവരുമായിട്ടൊക്കെ ഈ റിസൾട്ട് ആദ്യം വന്നതിന് ശേഷം അവരോടൊക്കെ സംസാരിക്കുമ്പോൾ, കാരണം ഒരുപാട് പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളാണ്, നല്ല മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികളാണ് പലരും. അപ്പോൾ അവരുമായിട്ടൊക്കെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞോ? ചിലവരൊക്കെ വിളിച്ചിരുന്നു. അവരൊക്കെ പറയുന്നത് എന്താണ്? അതൊക്കെ വളരെ സങ്കടത്തിൽ തന്നെയാണ്. വിചാരിച്ച കോളേജിൽ തന്നെ ചേരാൻ പറ്റാത്തതിൽ കുറച്ചൊക്കെ സങ്കടത്തിലാണ്. അവരൊക്കെ ഇപ്പോൾ അവരുടെ മാതാപിതാക്കളൊക്കെ അവരെന്താണ് അവർക്കൊരു നെക്സ്റ്റ് സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പ് എന്ത് വേണമെന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അവർക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? പാരന്റ്സുമായിട്ടും ബാക്കി സ്കൂൾ ഒക്കെ ആയിട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കാന്ന് വിചാരിച്ചു. ഓക്കെ, തുടരുക അക്ഷയ്.
അക്ഷയ് പോലെയുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ശ്രീ പ്രേമചന്ദ്രൻ വിദ്യാഭ്യാസ പ്രവർത്തകനാണ്. ശ്രീ പ്രേമചന്ദ്രൻ കേട്ടുവല്ലോ, ഒരുപാട് വിദ്യാർത്ഥികളുടെ ആശങ്കയാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ റാങ്ക് പട്ടിക, അപ്പോൾ ഈ പല രക്ഷിതാക്കളുമായിട്ടും വളരെ പേഴ്സണലായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്കുണ്ടാക്കിയിരിക്കുന്ന മാനസികമായിട്ടുള്ള ഒരു ആഘാതമൊക്കെ ഉണ്ട്. പല വിദ്യാർത്ഥികളും ഈ പട്ടികയിൽ മുൻനിരയിൽ വരുമ്പോൾ അറിയാം, പാവപ്പെട്ട പല ഗ്രാമങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ആ നാട് തന്നെ ഒരു പക്ഷേ ഒരു ഉത്സവമായിട്ടൊക്കെയാണ് റാങ്ക് പട്ടികയെ കണക്കാക്കുന്നത്. അപ്പോൾ പിന്നീട് ഒരുപാട് ഗ്യാപ്പ്, ഇത്രയും അധികം ഒരു ഗ്യാപ്പിലേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സില്ലി അല്ല കാര്യങ്ങൾ. അപ്പോൾ കൈകാര്യം ചെയ്ത രീതി, കൊടുക്കേണ്ടി വന്ന വില, അവധാനതയില്ലാതെ എടുത്ത ഒരു സമീപനം ഒക്കെ ഒരു മാർക്ക് ഏകീകരണ ഫോർമുല കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും അവിടെ മൂല്യങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുപാട് പരാതികൾ സ്റ്റേറ്റ് സിലബസുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ആളുകൾ ഉയർത്തിയതാണ്. അപ്പോൾ അതിനൊരു റെക്ടിഫിക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. പക്ഷേ എന്താണ് അതിൻ്റെ ടൈം, കൂടിയാലോചന ഇല്ലാതെ പോയതിൻ്റെ ഫലമാണ് അനുഭവിക്കുക. എന്ത് ചെയ്യണം ഈ കുട്ടികളിനി? തീർച്ചയായിട്ടും ഈ കുട്ടികള്, എനിക്ക് തോന്നുന്നതിൽ ചില കുട്ടികളെങ്കിലും മേൽക്കോടതിയെ, ഈവൻ സുപ്രീം കോടതി അടക്കം സമീപിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യത്തെ ലിസ്റ്റ് നിലനിർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. കാരണം ഇതിനകത്ത് പ്രത്യേകിച്ചും ഇത് റിപ്പീറ്റ് ചെയ്ത കുട്ടികൾക്ക് ഏറ്റവും വലിയ നഷ്ടമാണ് സംഭവിച്ചത്. അവർ ഒരു വർഷം കളഞ്ഞിട്ടാണ് അവർ കൂടുതൽ, കഴിഞ്ഞ വർഷം കിട്ടിയതിനേക്കാൾ കൂടുതൽ മികച്ച ഒരു കോളേജ് ലഭിക്കുന്നതിന് വേണ്ടി അവർ കൂടുതൽ ഈ വിഷയം ശ്രദ്ധിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അവരുടെ ആദ്യം വന്ന റാങ്കിൽ നിന്നും പലരും 5000, 6000 നേരത്തെ കഴിഞ്ഞ വർഷം ലഭിച്ച റാങ്കിൽ നിന്നൊക്കെ വളരെ പിറകിലോട്ടേക്ക് പോയ അവസ്ഥയാണ്. കാരണം അവരുടെ സ്കോർ സമീകരണം നടപ്പിലാക്കിയത് 2024 എന്ന് പറഞ്ഞാൽ 27 സ്കോർ നേടിയ സ്കോറിൽ നിന്ന് കുറക്കുകയും അതേസമയം CBSE-ക്കാർക്ക് 8 സ്കോർ കൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള സമീകരണമാണ് അവർ ഇപ്പോൾ നടപ്പിലാക്കിയത് എന്ന് പറയുമ്പോൾ അവർ വളരെ വളരെ പിന്നിലോട്ട് പോയിരിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവരൊരു വർഷം പോയി. തീർച്ചയായിട്ടും അവർ, എനിക്ക് തോന്നുന്നത് പരിഹാരം വേണം. കാരണം നമുക്ക് നോക്കാം, ഇത്രയും ആളുകൾ, ഇത്രയും വിദ്യാർത്ഥികൾ, അവരെ സംബന്ധിച്ചോളം അവർക്ക് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് അവർക്ക്. താങ്കൾക്ക് അറിയാമല്ലോ, ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനായോണ്ട് പറയുകയാണ്. കാരണം ഒരുപാട് ആളുകൾക്ക് ഇതിൻ്റെ സാങ്കേതിക ജ്ഞാനമില്ല. അവർക്ക് കിട്ടി, അവർ നോക്കുമ്പോൾ അവർ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു, നല്ല മാർക്ക് പ്രവേശന പരീക്ഷ പാസ് കഴിയുമ്പോൾ ലഭ്യമാവുകയാണ്. അപ്പോൾ അവർക്ക് മുന്നിൽ അവരോട് ഉപദേശിക്കാൻ എന്താണുള്ളത്? അല്ല, തീർച്ചയായിട്ടും പറയാനുള്ളത്, ഈ ഒരു പരീക്ഷയല്ല യഥാർത്ഥത്തില് ഈ ജീവിതത്തിന്റെ ഏക ആശ്രയം എന്ന് പറയുന്നത്. സത്യത്തില് അത് ഈ പറയുന്ന റാങ്ക് അല്ലെങ്കിൽ മാർക്ക് എന്ന് പറയുന്നതിനെ ആശ്രയിച്ചിട്ടും അല്ല ഇരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നേടുന്ന റാങ്ക് അല്ലെങ്കിൽ ഈ പറയുന്ന സ്കോർ, അതൊന്നും അല്ല നമ്മുടെ കഴിവുകൾ നിർണ്ണയിക്കുന്നത്. നമ്മൾ കൂടുതൽ നമ്മുടെ വിഷയങ്ങളിൽ താല്പര്യപൂർവ്വം ഇടപെടുകയും ഇൻവോൾവ് ചെയ്യുകയും നമ്മൾ മികച്ചതായിട്ട് നമുക്ക് വരാനും കഴിയും. പക്ഷെ എന്നാൽ ഈ പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് കാത്തു നിൽക്കാൻ കഴിയുന്ന ഈ കുട്ടികളെ ഇങ്ങനെ എന്താ പറയാ, അവരെ ചതിച്ചുകൊണ്ട് നമുക്ക് ഈ സമയത്ത് അത് പറയാൻ കഴിയാത്തതാണ് ഞങ്ങളുടെ അധ്യാപകരുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. സത്യത്തിൽ അവരെ പരിഹരിക്കാൻ ഞാൻ വിചാരിക്കുന്നത് അവർ ഇനിയും ശ്രമിക്കുമെന്ന്, അവർ ഇതിനോട് പോരാടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ തന്നെ പലരും എന്നെ അടക്കം വിളിച്ചുകൊണ്ട് ഇതിന് സുപ്രീം കോടതിയിൽ പോകാൻ എന്താണ് ചെയ്യാൻ കഴിയുക, കുട്ടികളുടെ പക്ഷം ഇതുവരെ കേട്ടിട്ടില്ല. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കോടതി എല്ലാം ചെയ്യുന്നത് ഈ പറയുന്ന സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ തരത്തിൽ ഒരു വലിയ വിവേചനത്തിനെതിരായിട്ടാണ് യഥാർത്ഥത്തിൽ സർക്കാർ ഈ പുതിയ ഫോർമുല കൊണ്ടുവന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും ഉണ്ടാവുകയില്ലല്ലോ. കാരണം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ പൊതുവിദ്യാഭ്യാസത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ സ്കോറുകൾ കുറക്കുകയും CBSE-യുടെ ചില സമീകരണത്തിന്റെ ഒക്കെ പേര് പറഞ്ഞ് കൂട്ടുകയും ചെയ്യുന്നു. എന്നാൽ കേരളത്തിലെ CBSE പരീക്ഷ എഴുതുന്ന മുഴുവൻ വിദ്യാർത്ഥികളുടെ നിങ്ങൾ എടുത്തു നോക്കിക്കൊള്ളൂ. ഈ കീം പരീക്ഷ എഴുതിയിട്ടുള്ള ആയിരക്കണക്കിന് CBSE വിദ്യാർത്ഥികളുടെ സ്കോർ മികച്ച സ്കോറാണ്. എന്നാൽ കേരളത്തിൽ അവർ മാർക്ക് ഇൻഫ്ലേഷൻ ഉണ്ടെന്ന് പറയുന്ന പല ആളുകളും അത് പരിശോധിക്കുന്നില്ല. ഏകദേശം 2000 കുട്ടികളുടെ എടുത്തു നോക്കിയാൽ പോലും അവർക്കെല്ലാം ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങളിൽ 90, 95, 98 മാർക്ക് CBSE-യിലുണ്ട്. ഇതിനെയാണ് ദേശീയ ശരാശരി എന്ന് പറയുന്ന ഒരു സംഗതി എടുക്കുന്നത്. കേരളത്തിൽ കീമിന് അപേക്ഷിച്ച കുട്ടികളുടെ ശരാശരി അല്ല എടുക്കുന്നത്. ഇവിടെ എടുക്കുന്നത് ദേശീയ ശരാശരി എടുക്കുന്നു, പിന്നെ ചില ഇത്രയും വർഷത്തെ ശരാശരി എടുക്കുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് നോക്കുമ്പോൾ അവരുടെ മാർക്കിന് കൂടുതൽ മൂല്യമുള്ളതായി കണക്കാക്കുകയും കൂടുതൽ കൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു. ഇക്കുറി ഞാൻ മനസ്സിലാക്കിയിടത്തോളം 20 സ്കോർ CBSE-ക്കാർക്ക് കൂട്ടിക്കൊടുത്തു എന്നുള്ളതാണ് കേൾക്കുന്നത്. നേരത്തെ അക്ഷയ് പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഇത്രയധികം ആളുകൾ ഇതിന്റെ ഉള്ളിലേക്ക് വരുന്നത്? ഒരു റാങ്കിൽ ഒരു മാറ്റം വരുമ്പോൾ ഇത്രയധികം മാറ്റങ്ങൾ എങ്ങനെയാണ് വരുന്നത്? ആയിരക്കണക്കിന്, ചിലപ്പോൾ 5000, 6000 ഒക്കെ കുട്ടികൾ പുറകോട്ട് പോകുന്നത് എങ്ങനെയാണ്? CBSE സിലബസിൽ പരീക്ഷ എഴുതിയ ആളുകൾക്ക് 20 സ്കോറുകൾ കൂട്ടി നൽകുകയും
സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച ആളുകളുടെ അതാണ് mark ഒന്നോ രണ്ടോ ശ്രീ പ്രേമേന്ദ്രൻ, അതായത് നമുക്കറിയാം ആരോഗ്യം, വിദ്യാഭ്യാസ മേഖലയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ മേഖലകളിലൊക്കെ തന്നെ എടുക്കുന്ന തീരുമാനം ഒരു സുപ്രഭാതത്തിൽ രാവിലെ ഒരു തോന്നിയാണ് ഒരു ആശയം, അത് നടപ്പാക്കിയല്ല വേണ്ടത്. അപ്പോൾ ഇത് ഗൃഹപാഠം നടത്തി അത് ചെയ്യണമായിരുന്നു. സമയബന്ധിതമായി ഒരു പ്രോസ്പെക്ടസ് ഒക്കെ തയ്യാറാക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഒരു നമ്മൾ ഈ കാര്യങ്ങളെ വളരെ സില്ലിയായിട്ട് സമീപിക്കരുത്. നോക്കൂ, മന്ത്രിസഭയിൽ പോലും ഇതിനെ നമ്മൾ പൊളിറ്റിക്കലൈസ് ചെയ്യുകയല്ല, ഇതിനെ നമ്മൾ രാഷ്ട്രീയപരമായി നമ്മൾ അതിനെ വിമർശിക്കുകയല്ല ചെയ്യേണ്ടത്. പക്ഷേ അവധാനതയോടെ ചെയ്യേണ്ട ഒരു കാര്യം, അവിടെ ഒരു മന്ത്രിസഭയിൽ പോലും മന്ത്രിമാർ അടക്കം പലരും പറഞ്ഞതിന് മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഇതാണ്. അപ്പോൾ അതിന് ചെവി കൊടുത്തില്ല. അപ്പോൾ വില കാരണം മന്ത്രിസഭ ചേരുന്നത് തലേ ദിവസമാണല്ലോ. ഇപ്പൊ മന്ത്രിസഭ 7-ാം തീയതി രാവിലെ, തിങ്കളാഴ്ചയാണ് മന്ത്രിസഭ ചേരുന്നത്. അപ്പൊ പെട്ടെന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ എതിർപ്പ് വരാം. പക്ഷെ നയപരമായിട്ട് ഇതിനകത്ത് ഒരു എതിർപ്പ് മന്ത്രിസഭയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഏറ്റവും വലിയ ഒരു വിവേചനം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ അതിന് ആദ്യ നിമിഷം തന്നെ പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത്. മറ്റൊരു കാര്യം, ഇതിനകത്ത് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ടും ഈ പറയുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും അതിന്റെ കീഴിലുള്ള എൻട്രൻസ് കമ്മീഷണറേറ്റിനുമാണ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് താങ്കൾ പറഞ്ഞത്. കാരണം ഈ എൻട്രൻസ് കമ്മീഷനുമായിട്ടുമായി ബന്ധപ്പെട്ട് ഇതുമല്ലാതെയുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളില്ല, മെല്ലെപ്പോക്ക് അല്ലെങ്കിൽ ഒരു അതിനൊക്കെ ഒരു കൊടുക്കുന്ന വില, അതൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു പാഠമായി ഈ സംഭവം മാറേണ്ടതാണ്. ശ്രീ ഷിനിത്ത്, നമുക്കിനി മറ്റ് സംസ്ഥാനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെയെല്ലാം പ്രവേശന നടപടികളൊക്കെ തന്നെ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ പാനലിരിക്കുന്ന 3-ാം റാങ്കുകാരൻ 8-ാം റാങ്കിലേക്ക് പോകുമ്പോൾ അക്ഷയ് ബിജുവിന് മറ്റൊരു നല്ലൊരു വിദ്യാലയത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന ഒരു IIT പോലെയുള്ള വലിയൊരു പ്രധാനപ്പെട്ട ഒരു വിദ്യാലയത്തിൽ കയറാൻ കഴിയുന്നു. ബാക്കിയുള്ള വിദ്യാർത്ഥികളൊക്കെ എന്താണ്, അവർക്ക് വലിയ ആശങ്കയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം പ്രവേശന നടപടികളൊക്കെ കഴിയാൻ പോകുന്നു. അതുപോലെയാണ് ഞാൻ പറഞ്ഞതുപോലെ അഖിലേന്ത്യാ വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യാഭ്യാസ കൗൺസിൽ പ്രകാരമുള്ള ചട്ടങ്ങൾ, ആ സമയം ഇനി തീരാനാണ് വളരെ കുറച്ച് സമയമേ ഉള്ളൂ, 1 മാസം തികച്ചില്ല. അപ്പോഴുണ്ടാകുന്ന ആശങ്ക പങ്കുവച്ചാൽ. പ്രേമേന്ദ്രൻ സാർ പറഞ്ഞതുപോലെ ഇതിനകത്ത് വിദ്യാർത്ഥികളെ കേട്ടില്ല ആരും. ടെക്നിക്കലായ ഒരു കാര്യം വെച്ചുകൊണ്ടാണ് ഇതിനകത്ത് ഈ പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെടുകയും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇപ്പോ ഒരു 100-ലോ 500-ലോ താഴെയൊക്കെ വരുന്ന ഈ റിസൾട്ടിൽ വരുന്ന കുട്ടികൾക്ക് അവര് ഓൾറെഡി JEE എൻട്രൻസിന്റെ അഡ്വാൻസിന്റെ ലിസ്റ്റിലും ഒക്കെ മുൻനിരയിലുള്ള കുട്ടികളായിരിക്കും. അവരെ സംബന്ധിച്ചോളം ചെറിയ വ്യത്യാസം മാത്രമേ വരുള്ളൂ. ഒരു നിശ്ചിത സംഖ്യക്ക് താഴെ റാങ്കിൽ വരുന്ന കുട്ടികൾക്കാണ് ഇത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നത്. അവർ ഉദ്ദേശിച്ച കോളേജിൽ പഠിക്കാൻ പറ്റില്ല, അത് മാത്രമല്ല അവർ ഉദ്ദേശിച്ച വിഷയം പഠിക്കാൻ പറ്റില്ല. ഇത് സാർ പറഞ്ഞ പോലെ ഇത് ആത്യന്തികമായ പരീക്ഷയൊന്നും അല്ലെങ്കിൽ പോലും അവരുടെ ഒരു 6-7 മാസക്കാലത്തെ എൻട്രൻസിനുള്ള തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് ഒരു കുട്ടി അയാളുടെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച്, വിനോദവും മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ച്, കല്യാണം, മരണം, ബന്ധുവീട് യാത്ര, ഒരു പ്രത്യേക ഇതിൽ ഇരുന്ന് പഠിച്ചിട്ടാണ് ഇത്രയും മാർക്ക് അവർ വാങ്ങുന്നത്. ഇവിടെ ഇപ്പോ ഈ CBSEയുടെ കുട്ടികൾ കേരളത്തിലെ കുട്ടികളാണ്, അവർക്കും പരിഗണന കിട്ടേണ്ടതാണ് എന്നുള്ളതായിരുന്നു യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ഈ ഒരു വിവേചനം കോടതി പോലും അത് കേൾക്കാൻ തയ്യാറായില്ല എന്നുള്ളൊരു പ്രശ്നം ഇതിനകത്തുണ്ട്. കോടതി ഇപ്പൊ ഇതിനകത്ത് ഒരു ടെക്നിക്കലായ വശം വെച്ചാണ് കോടതി ഇതിനകത്ത് നിലപാട് സ്വീകരിച്ചത്. അങ്ങനെയെങ്കിൽ ഈ വർഷം ഒരു വർഷം പല വിദ്യാർത്ഥികൾക്കും നഷ്ടപ്പെട്ട് കാത്തിരിക്കണം. അങ്ങ് പറഞ്ഞതുപോലെ ഒരു എൻട്രൻസ് എക്സാമിലേക്ക് ഉള്ള തയ്യാറെടുപ്പ് ഉറക്കമൊഴിഞ്ഞ് അങ്ങനെ കാത്തിരുന്ന് പലരും പാവപ്പെട്ട വിദ്യാർത്ഥികളെയൊക്കെ തന്നെ എൻട്രൻസ് കേന്ദ്രങ്ങളിലേക്കൊക്കെ തന്നെ അയക്കുന്നത്, പരിശീലനത്തിനായി അയക്കുന്നതൊക്കെ തന്നെ എന്താ ഇല്ലായ്മയിൽ നിന്നാണ് പല ആളുകളും വരുന്നത്. അപ്പോൾ അവർക്കൊരു വർഷം ആ കുട്ടികൾക്ക് നഷ്ടപ്പെടുകയാണ്. അല്ല, കുട്ടികളെന്നല്ല ഇനിയിപ്പം ഞാൻ ഒന്നുകൊണ്ട് സംസാരിച്ച പല കുട്ടിയോട് സംസാരിച്ച് അവർ വീണ്ടും ഒരു റിപ്പീറ്റിന് പോവാം എന്ന് പറയുന്നതിനോട് തയ്യാറാം. ഇനി ഒരു 6-7 മാസം പഠിക്കാൻ അവർക്ക് കഴിയില്ല. അത്രയും റിസ്ക് എടുത്താണ് അവർ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത തവണ ഇതിനെ നേരത്തെ സാർ പറഞ്ഞ പോലെ നേരത്തെയുള്ള കുട്ടി കഴിഞ്ഞ വർഷം എഴുതിയ റിപ്പീറ്റുകാരൻ അതിനേക്കാൾ പിന്നിലേക്ക് പോകുന്നു. അപ്പൊ എങ്ങനെ ഇത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആശയക്കുഴപ്പം മാറുന്നേ ഇല്ല. ഇനി എന്ത് മുന്നോട്ട് അവർക്ക് എന്ത് എന്നുള്ളത്, ഇപ്പൊ സുപ്രീം കോടതി പോവുക എന്നൊക്കെ പറയുന്നത്, ഇപ്പൊ ഇതിന് CBSEയിലെ കുട്ടികളും CBSE മാനേജ്മെന്റിനൊക്കെ ഒരു കൃത്യമായ ബോഡിയും അവർക്കൊരു അതോറിറ്റിയും അവർക്ക് നല്ല സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ളവരാണ്. അവർക്ക് കേസിനൊക്കെ പോകാൻ പറ്റും സുപ്രീം കോടതിയിലും ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ. പക്ഷെ മറുഭാഗത്ത് ഒറ്റപ്പെട്ട ചിന്നിച്ചെതറി കിടക്കുന്ന വിദ്യാർത്ഥികളാണ്. അവനവന്റെ സങ്കടം അവനവനും അവന്റെ രക്ഷിതാക്കൾ കൂടി പങ്കുവെക്കുക എന്നല്ലാതെ ഇത് കാണാനും കേൾക്കാനും ആരുമില്ല. കോടതിക്ക് മുമ്പാകെ പോലും പോകാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥയിലാണ് കുട്ടികളുള്ളത്. ഇതിനൊരു പരിഹാരം പറയാനും നിർദ്ദേശിക്കാനും ഒരു സൊല്യൂഷനും ഇല്ല. കാരണം കുട്ടികൾക്ക് കുറെ കൊല്ലം നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഒരു വർഷം നഷ്ടപ്പെടും, അപ്പോഴത്തേക്ക് നല്ല കോളേജുകൾ പോകും. എന്ത് ചെയ്യുമെന്ന് അറിയാത്ത ഒരു വല്ലാത്ത മാനസികാവസ്ഥയാണ് കുട്ടിയുള്ളത്.
അത് ആരും കാണുന്നില്ല. കോടതി പോലും അത് പരിഗണിച്ചില്ല എന്നുള്ളതാണ് രക്ഷിതാവ് എന്നുള്ളതൊക്കെ നമുക്കൊക്കെ തോന്നുന്ന കാര്യം. ശരി, ശ്രീ അക്ഷയ് ബിജു, ഇപ്പോൾ അങ്ങനെ കൂട്ടുകാരുടെ അടുത്ത് സംസാരിക്കുമ്പോഴായാലും അക്ഷയുടെ കാര്യത്തിലായാലും ഇപ്പോൾ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റിന് പോകാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ വിദ്യാർത്ഥികൾ പലരും എന്താണ് ചെയ്യുക, ഒരു വർഷം പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് വളരെ സങ്കടത്തോടുകൂടി തീരുമാനമെടുക്കുന്നവരായിരിക്കാം. സങ്കടത്തോടുകൂടി അങ്ങനെയൊക്കെയുള്ള സഹപാഠികൾ അല്ലെങ്കിൽ ഒപ്പമുള്ള കൂട്ടുകാരുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ എന്താണ് അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ? അക്ഷയ്, കേൾക്കാമെങ്കിൽ. ചിലരൊക്കെ ഇപ്പം പിന്നെയും റിപ്പീറ്റ് ചെയ്യാൻ ഇപ്പം ഈ എക്സാം രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് തന്നെ ബാക്കൗട്ടാ പോയവരൊക്കെ ചിലതൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് പിന്നെയും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്യാച്ച പിന്നെയും ഒരു കൊല്ലം മൊത്തം കഷ്ടപ്പെടേണ്ടി വരും. അതും അത് കഴിഞ്ഞാലും പിന്നെ അടുത്ത വർഷം ഇതേ രീതിയിൽ തന്നെയാണെങ്കിൽ അവരുടെ റാങ്ക് പിന്നെയും ബാക്കൗട്ട് തന്നെ പോകാൻ സാധ്യതയുണ്ട്. അക്ഷയ്, ആ സമയത്തൊക്കെ എൻട്രൻസ് എഴുതുന്ന സമയത്തുള്ള പരിശീലനത്തെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ? കാരണം എങ്ങനെ ഇപ്പോൾ പറഞ്ഞുവല്ലോ, ഇവിടെ നമ്മുടെ പാനലിലുള്ള രക്ഷിതാക്കളായാലും വിദ്യാഭ്യാസ പ്രവർത്തകരൊക്കെ പറയുന്നത് പോലെ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് പരീക്ഷ എഴുതുന്നവരാണ്. അപ്പോൾ ആ പരിശീലന രീതി കൂടി ഒന്ന് പറയാമോ? ഞാൻ +1 +2 പഠിക്കുന്നതിന്റെ കൂടെ തന്നെ എൻട്രൻസ് കോച്ചിങ്ങിനും കൂടി പോയതായിരുന്നു. അന്നപ്പം അത് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ പഠിച്ചു പോയി. എക്സാമുകളൊക്കെ കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയി തന്നെ അറ്റൻഡ് ചെയ്ത് പഠിച്ചതാണ്. അപ്പോൾ ഈ എല്ലാവരും ഈ റാങ്കിലെ വ്യത്യാസം വരുമ്പോഴുണ്ടാകുന്ന മാനസികാവസ്ഥ പറഞ്ഞല്ലോ. ഇപ്പോൾ എനിക്ക് ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥിയുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ, ഒരു രക്ഷിതാക്കളും സംസാരിക്കുമ്പോൾ പറഞ്ഞു കേട്ടത്, ആ നാട്ടിലൊക്കെ ആദ്യത്തെ റാങ്ക്, മികച്ച റാങ്ക് നേടുമ്പോൾ വലിയ ആഘോഷം പോലെയായിരുന്നു. പിന്നീട് വളരെ പിന്നോക്കം വരുന്നത് എന്താണ്, ഈ 100-നകത്തെ കിട്ടിയ ആളുകളാണ് 2000-ൽ ഒക്കെ അകത്തേക്ക് പോകുന്ന റാങ്കിൻ്റെ വലിയ വ്യത്യാസമാണ്. അപ്പോൾ ഉണ്ടാകുന്നൊരു ഹൃദയവേദന രക്ഷിതാക്കളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അപ്പോൾ മിക്ക രക്ഷിതാക്കളും. അപ്പോൾ അങ്ങനെ കുട്ടികൾക്കുമൊക്കെ ഒരു വല്ലാത്തൊരു ആഘാതം, അവരെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ, അതൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടോ? അക്ഷയ്, ഹലോ. അങ്ങനെയൊക്കെ ഈ പല കുട്ടികളുടെയും അനുഭവങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണോ അക്ഷയ്ക്കും? അങ്ങനെയൊക്കെ അക്ഷയെ സംബന്ധിച്ചോളം ചെറിയ റാങ്കിലെ മാറ്റമാണെങ്കിലും മാനസികമായി ഉണ്ടാകുന്ന ഒരു വേദന, അപ്പോൾ ഈ വലിയ അന്തരം വരുമ്പോൾ, ഇത്രയും ഗ്യാപ്പ് വരുമ്പോൾ അവർക്കൊക്കെ വല്ലാത്തൊരു വേദനയായിരിക്കും അല്ലേ? കുറെ പേരൊക്കെ ഉറക്കമില്ലാണ്ട് തന്നെ എന്നും ഇരുന്ന് പഠിച്ചതായിരിക്കും, കൺസിസ്റ്റന്റ് ആയി എന്നും പഠിച്ചുകൊണ്ടിരുന്നത് തന്നെയായിരിക്കും. അവർക്കൊക്കെ ഈ അവസാനം ആദ്യം നല്ല റാങ്ക് കിട്ടി പിന്നെ റാങ്ക് ബാക്കോട്ട് പോകുമ്പോൾ തന്നെ വളരെ സങ്കടമായിരിക്കും. തീർച്ചയായും അതാണ് ശ്രീ പ്രേമേന്ദ്രൻ, ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള അവരോട് എന്ത് പറയണമെന്ന് അറിയില്ല. അവർക്കൊരു മാനസിക സപ്പോർട്ട് കൂടി കൊടുക്കണം. അപ്പോൾ ഇനിയൊരു റിപ്പീറ്റ് ചെയ്യാം എന്ന തീരുമാനിച്ചിരിക്കുന്ന ആളുകൾ പോലും എന്താണ്, ചിലരൊക്കെ അങ്ങ് പോകും. അവരെന്താണ്, ഒരു വർഷം കളയാനില്ല, എങ്ങനെയെങ്കിലും കിട്ടുന്നത്, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലോ എവിടെയെങ്കിലും അല്ലെങ്കിൽ സംസ്ഥാനം വിടുകയൊക്കെ ചെയ്യും. അത് എങ്ങനെയുള്ളവർക്കാണ്, അത് സാമ്പത്തികമായിട്ട് നല്ല കഴിവുള്ളവർക്കായിരിക്കും അതിന് സാധ്യമാവുക. നമ്മുടെ ഒരുപാട് വിദ്യാർത്ഥികൾ, അവരോട് നമുക്ക് എന്ത് പറയാൻ കഴിയും? ആ രക്ഷിതാക്കളോട് നമ്മൾ എന്ത് പറയാൻ കഴിയും? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ആശ്വാസവാക്കുകളില്ല. യഥാർത്ഥത്തില് ആ കുട്ടികളോട് പറയാൻ നമുക്ക് അവരെ അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല. സത്യത്തില് അവരിൽ പല വിദ്യാർത്ഥികളും വ്യക്തിപരമായിട്ട്, ഞാൻ ഈ വിഷയത്തിൽ പല ഘട്ടങ്ങളിൽ ഇടപെട്ട ആളെന്ന നിലയിൽ പലയിടങ്ങളിൽ നിന്ന് നമ്പർ സംഘടിപ്പിക്കുകയും വിളിക്കുകയും എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇനി എന്ത് ചെയ്യും ഞങ്ങൾ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. സത്യത്തിൽ ഉറങ്ങാൻ പറ്റാത്ത ഒരു പൊതുവിദ്യാഭ്യാസ പ്രവർത്തനം എന്ന നിലയിലാണ് ഞങ്ങളൊക്കെ ഉള്ളത്. പോലും വാങ്ങിച്ച ആളുകളുണ്ട്. അവരൊക്കെ ഉണ്ടാകുന്ന മാനസികാവസ്ഥ, അതായത് മുൻനിരയിലേക്ക് വരുമ്പോൾ അറിയാമല്ലോ, നാട്ടിലൊക്കെ ഒരു ഉത്സവം പോലെ ആയിരിക്കും. സാധാരണക്കാരുടെ പാവപ്പെട്ട തൊഴിലാളികളുടെ ഒക്കെ മക്കൾ വരുമ്പോൾ ആ നാട്ടിലെ സന്നദ്ധ സംഘടനകളൊക്കെ അവർക്കൊരു അവാർഡ് കൊടുക്കും. തീർച്ചയായിട്ടും പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു നാട്ടിന്റെ ഒരു ജീവനാടിയാണല്ലോ. അവിടെയുള്ള ഒരു കുട്ടിക്ക് മിക്കവാറും ആ കുട്ടികൾ വന്നല്ലോ, 43 റാങ്കും അവർക്ക് കിട്ടിയല്ലോ 100-ല്. അവരൊക്കെ നാട്ടില് വലിയ തരത്തിലുള്ള അഭിനന്ദനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിയിട്ടുണ്ടാവും. അവിടുന്നാണ് ചിലപ്പോൾ അവർ പുറകോട്ട് പോവുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിചാരിക്കാൻ കഴിയുന്നില്ല. ആത്യന്തികമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം, ആത്യന്തികമായിട്ട് ഇത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിന് വലിയ ക്ഷീണം നൽകും. അതാണ് എനിക്ക് ആത്യന്തികമായിട്ട് ഇതിന്റെ ഈ ചർച്ചകളൊക്കെ തന്നെ
പൊതുവിദ്യാഭ്യാസത്തിലേക്ക് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾ അവർക്ക് നമുക്ക് എന്ത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുട്ടികളെ നമ്മൾ ആശ്വസിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇത് വലിയ ആശങ്കയിലായിരിക്കുന്ന കുട്ടികൾ ഇപ്പോൾ +2 പഠിക്കുന്ന കുട്ടികളും +1 പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഏകദേശം 2 ലക്ഷം കുട്ടികൾ സയൻസ് പഠിക്കുന്ന കേരളത്തിലുണ്ട്. അവരോട് നമുക്ക് എന്ത് പറയാൻ കഴിയുമെന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി വരുന്ന വർഷങ്ങളെങ്കിലും ഒരു സ്ട്രീമിന് കൂടുതൽ കൊടുക്കുക, മറ്റൊരു സ്ട്രീമിന് കൂടുതൽ കൊടുക്കുക, അതൊന്നും ഇല്ലാതെ ഇതിനെ നമുക്ക് യഥാർത്ഥത്തിൽ സമീകരിക്കാൻ കഴിയും. ആർക്കും ഒരു കുഞ്ഞിന്റെ ഒരു സ്കോറിൽ നിന്നും ഒന്ന് എങ്കിലും നമ്മൾ മാറ്റുമ്പോഴുള്ള വേദന നമുക്കറിയാം. നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഏതെങ്കിലും ഒരു വിഷയത്തിന്, ഒരു ചോദ്യത്തിന് 1 മാർക്കിനോ 1/2 മാർക്കിനോ അധ്യാപകർ തെറ്റിട്ടാൽ നമ്മൾ എത്രമാത്രം ഹൃദയവേദനയോടെയാണ് ഇത് എനിക്ക് നോക്കിയത് ശരിയായില്ല എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കൂ. അങ്ങനെയാണ് 10ഉം 20ഉം 40ഉം മാർക്കുകൾ കുട്ടികളിൽ നിന്ന് കുറക്കുന്നത്. അപ്പൊ ഇതില്ലാത്ത ഒരു രീതി എല്ലാം അതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വീകരിച്ചതെങ്കിൽ പോലും അത് വളരെ ശാസ്ത്രീയമായി, വളരെ സമയബന്ധിതമായി, വളരെ നേരത്തെ ഈ പ്രോസ്പെക്ടസ് ഇറക്കുമ്പോഴെങ്കിലും ഇത് പിന്നീട് തീരുമാനിക്കും സമീകരണം എന്ന ഒറ്റ വാക്യം പ്രേമചന്ദ്രൻ മനസ്സിലാകാത്തൊരു സാമാന്യ ബുദ്ധി ഈ മന്ത്രിക്കൊക്കെ വേണ്ടേ? ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ഉള്ള ആ വ്യക്തിയൊക്കെ എത്രത്തോളം ഈ വിദ്യാഭ്യാസ മേഖലയുമായി പങ്കുവെച്ച് പോയവരാണ്. നമ്മൾ രാഷ്ട്രീയം പറയില്ല, രാഷ്ട്രീയം പറയേണ്ടത് പറഞ്ഞേ പറ്റുകയുള്ളൂ. ഒരു പൊളിറ്റിക്കൽ തീരുമാനം പോലെയാണിത്. വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടുകയാണ്. അപ്പോൾ ഉണ്ടാകാവുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, വരുന്ന ഗ്യാപ്പ് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ വ്യാപ്തി വലുതാണ്. എത്ര മിടുക്കന്മാരായ വിദ്യാർത്ഥികൾ അവർക്ക് അവരുടേതായ അഭിരുചിക്ക് അനുസരിച്ചുള്ള സബ്ജക്റ്റിലേക്ക് പോകാൻ കഴിയാതെ വരികയും അവർ നിർബന്ധിതരാകുകയും ചെയ്യുമ്പോൾ സമൂഹത്തിന് ഇവർ ഏൽപ്പിക്കുന്ന ഒരു ആഘാതം കൂടിയാണ്. സമൂഹത്തിന് തീർച്ചയായിട്ടും അത് ഞാൻ മാത്രമല്ല അത് പറഞ്ഞത്, അത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിന്റെ നിലനിൽപ്പിന് തന്നെ അങ്ങേയറ്റം ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ കുട്ടികളെ ആശ്വസിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ പരീക്ഷ അടുത്ത വർഷം അഭിമുഖീകരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ അതിന് അടുത്ത വർഷം അഭിമുഖീകരിക്കാൻ കഴിയുന്ന കുട്ടികളോട് നമ്മൾ എന്താണ് പറയുക എന്നുള്ളത് ഇപ്പോൾ തന്നെ നമ്മൾ പറയേണ്ടതുണ്ട്. അല്ലെങ്കിൽ ആ രക്ഷിതാക്കളെല്ലാം അതിനേക്കാൾ കൂടുതൽ പ്രയാസത്തിലാണ്. കാരണം നല്ലൊരു പ്രൊഫഷൻ തേടിയിട്ടൊക്കെ അതുകൂടി വിദ്യാഭ്യാസത്തിന്റെ ഒരു ഭാഗമായിരിക്കെ അങ്ങനെയാണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. അപ്പൊ അതിനുകൂടി ഉറപ്പാണ് യഥാർത്ഥത്തിൽ മന്ത്രിമാരൊക്കെ നൽകേണ്ടത് എന്നുള്ളത് കൂടിയാണ് എനിക്ക് പറയേണ്ടത്. അതോടൊപ്പം തന്നെ ഈ സംഗതിയെ ഇപ്പോൾ ഈ കോടതിയുടെ ഇടപെടലിനെ എന്നോട് ബന്ധപ്പെട്ട പലരും പറഞ്ഞു, ഞങ്ങൾ നേരത്തെ ഒരു രക്ഷിതാവ് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ കുട്ടികളെല്ലാം ചിതറിക്കിടക്കുകയാണ്, ഇവരെ ഏകോപിപ്പിക്കാൻ കഴിയില്ല. മറ്റൊരു വ്യവസ്ഥയാണ് CBSE എത്ര ലക്ഷം മുടക്കാൻ കഴിയുന്ന. അപ്പൊ ഇവരെ എങ്ങനെ ഇപ്പോൾ ഒരുപാട് രക്ഷിതാക്കളൊക്കെ തന്നെ തീർച്ചയായും രക്ഷിതാക്കൾക്ക് ആശങ്കയുള്ളവരാണെങ്കിൽ നമ്മെ ബന്ധപ്പെടണം. തീർച്ചയായും മാതൃഭൂമി ന്യൂസിലേക്ക് നിങ്ങൾക്ക് വിളിക്കാൻ കഴിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ആളുകളുടെയൊക്കെ പ്രതികരണം തേടാൻ ശ്രമിക്കുന്നുണ്ട്. എൽദോ കുര്യാക്കോസ് ഒരു വിദ്യാർത്ഥി നമ്മുടെ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ എൽദോ കുര്യാക്കോസ്, എൽദോ ഈ റാങ്ക് പട്ടികയിൽ എത്രാമതായി? ഫസ്റ്റ് ആദ്യ ഘട്ടത്തിലെയും ഇപ്പോൾ രണ്ടാമത് അത് പുതിയ റിസൾട്ട് കൂടി വരുമ്പോൾ എങ്ങനെയാണ് എൽദോ? ഞാൻ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളൊന്നും ഞാൻ അതിനു മുമ്പ് പറഞ്ഞോട്ടെ. ഞാനൊരു കഴിഞ്ഞ കൊല്ലം +2 പാസ്സായ ഒരു സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചൊരു വിദ്യാർത്ഥിയായിരുന്നു. അപ്പോഴത്തേക്കും എനിക്ക് കഴിഞ്ഞ കൊല്ലം കീമിൽ 10,000 താഴെ റാങ്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്യാന്നുള്ളൊരു തീരുമാനം എടുത്തത്. ഇപ്പൊ റിപ്പീറ്റ് ചെയ്ത് നല്ല റാങ്ക് വന്ന് 2000 റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. കാരണം ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് ഉറക്കം കളിച്ചിരുന്ന് പഠിച്ചൊക്കെയാണ് ഞങ്ങളെ പോലെ സാധാരണക്കാരിങ്ങനെ മാർക്ക് മേടിച്ചത്. ഇപ്പൊ റാങ്ക് ലിസ്റ്റ് ആദ്യം മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഇപ്പൊ 2000 റേഞ്ചിലുണ്ടായിരുന്ന എന്റെ റാങ്ക് 4000-ന്റെ അടുത്തേക്ക് ആയിപ്പോയി. 4000-ലേക്ക് എത്തി. 2000 എന്നുള്ളത് 4000-ലേക്ക് വന്നു. ആദ്യം ഞങ്ങൾക്ക് ലഭിച്ച മാർക്കിനേക്കാൾ 26 മാർക്ക് കുറയ്ക്കണം. അപ്പൊ 26 എന്നുള്ളത് ഞങ്ങൾക്ക് നേടാൻ അർഹതയുള്ള മാർക്കല്ലേ പിന്നെ ഈ സർക്കാർ വെട്ടിച്ചുരുക്കുന്നത്. അതും ഒരു വർഷം നമ്മൾ സഹിച്ചിട്ടാണ്. ഒരു വർഷം. ഇപ്പൊ എന്റെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ പറയുന്നത് അവര് പിന്നെ ഒരു റിപ്പീറ്റിന് പോകുക എന്നുള്ളതാണ്. ഇപ്പൊ ഈ ഒരു കൊല്ലം കളഞ്ഞ് ഇപ്പൊ ഇതിനു വേണ്ടി നോക്കിയിരിക്കണേ. എന്നെ സംബന്ധിച്ച് എനിക്ക് കുസാലില് കമ്പ്യൂട്ടർ സയൻസ് അലോട്ട്മെന്റ് വരേണ്ടതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ ഈ പലരും കുസാലിലെ അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ് വന്നപ്പോ ക്യാൻസൽ ചെയ്തിട്ടാണ് കീമിന്റെ റാങ്ക് നോക്കിയിരുന്നത്. അപ്പോൾ ഈ വർഷവും ബലി കൊടുക്കേണ്ടി വരും, ഒരു വർഷം കൂടി. പിന്നെ മറ്റേ അമൃത വെല്ലൂർ അവിടെയുള്ള അഡ്മിഷനിലുള്ള പ്രോസസ് ഒക്കെ അത്യാവശ്യം കംപ്ലീറ്റ് ആയിരുന്നപ്പോഴാണ് കീമിന്റെ റാങ്ക് വന്ന് അത്യാവശ്യം നല്ല കോളേജിൽ കയറാന്നുള്ള ഒരു തീരുമാനം കൊണ്ടിരുന്നത്. ഇപ്പൊ ഇതും കളഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? മുന്നിലുണ്ടോ? ഓപ്ഷൻ ഉണ്ടോ? മുന്നിലിപ്പോ ഗെയിമിനെ കിട്ടുന്നതിന് ചേരാന്നല്ല ഞങ്ങൾക്ക് ഇപ്പൊ എന്ത് ഓപ്ഷൻ ഉണ്ടെന്നാണ് ഈ സർക്കാർ ഇപ്പൊ കാണിക്കുന്നത്. എൽദോയുടെ കൂട്ടുകാരുടെയൊക്കെ അവസ്ഥ എന്താണ്? കൂട്ടുകാർ പലരും ഇതിനൊരു റീറിപ്പീറ്റ് എന്നും പറഞ്ഞ് പിന്നെ പലരും കേരളത്തിൽ നിന്ന് തന്നെ പുറത്ത് പോയി പഠിക്കാം. KTUവിൽ വിശ്വാസമില്ല, ഗവൺമെന്റ് വിശ്വാസമില്ല എന്നൊക്കെയാണ് എല്ലാവരും പറയണത്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അങ്ങനെ പോകാൻ വേണ്ടി തീരുമാനിച്ചോ പലരും? പലരും എഞ്ചിനീയറിംഗ് എന്നുള്ള സ്വപ്നം കണ്ട് പലരും സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച 1000 താഴെ റാങ്ക് വന്നവർ വരെ 2500-ലേക്കൊക്കെ പോയി കാണാം. അപ്പൊ അവരൊക്കെ CTയിൽ കമ്പ്യൂട്ടർ സയൻസ് വരെ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ
ഈ അലോട്ട്മെന്റ് വെക്കേണ്ട കോളേജും ലിസ്റ്റും വരെ ഇങ്ങനെ ഓരോ റൗണ്ട് ആക്കി പേപ്പറിൽ എഴുതി ഈ വീഡിയോ വെച്ചേക്കുമായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഇന്നലെ ഉറങ്ങാൻ പോലും പറ്റണില്ലായിരുന്നു ഞങ്ങൾക്കൊന്നും. ആയിരക്കണക്കിന് വരുന്ന കുട്ടികളെ പരീക്ഷണ വസ്തുവാക്കിയും പരീക്ഷാ ഫലം, ഇതാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പ്രതികരിച്ച എൽദോ കുര്യാക്കോസ് പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യും ഞങ്ങളെന്ന ചോദ്യമാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ എല്ലാ പ്രതിസന്ധികളെയും നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകണം. എന്തായാലും നമ്മുടെ സർക്കാരിൻ്റെ സമീപനം ഇതാണെങ്കിൽ, പരീക്ഷണ വസ്തു ആണെങ്കിൽ നമ്മൾക്ക് അതിലും വലിയ രീതിയിലുള്ള ഒരു അഗ്നിപരീക്ഷയെ മാത്രമേ ഇതിലും കാണാൻ കഴിയുകയുള്ളൂ. മുന്നോട്ട് പോകണം. ശ്രീ ഷെനിത്ത് പറഞ്ഞുവല്ലോ, കേട്ടുവല്ലോ, നേരത്തെ പറഞ്ഞ എൽദോ പറഞ്ഞല്ലോ കാര്യങ്ങൾ. അത് കേൾക്കുമ്പോൾ എന്താണ് ഷെനിത്തിന് തോന്നുന്നത്? എൽദോ പറഞ്ഞ അതേ അവസ്ഥയിലാണ് ഞാനും നമ്മളെ മകനും ഉൾപ്പെടെയുള്ള കുട്ടികളുടെ ഒരു അവസ്ഥ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ മുമ്പിൽ ഇനി ഓപ്ഷൻ ഇല്ല. കിട്ടുന്ന സ്ഥലത്ത് ചേർന്ന് പഠിക്കുക. എന്റെ മകൻ എന്താ എന്നോട് പറഞ്ഞത്, എവിടെ കിട്ടിയാലും ഞാൻ അധ്വാനിച്ച് പഠിച്ചോളാം. അതൊരു കരഞ്ഞുകൊണ്ടാണ് ആ കുട്ടി പറയുന്നത്. നമ്മൾ കേൾക്കുകയാണ്. വേറെ അവരുടെ മുമ്പിലേക്ക് ഓപ്ഷനുകളില്ല എന്നുള്ളതാണ്. എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, സർക്കാർ അടുത്ത വർഷമെങ്കിലും ഈ പ്രാവശ്യം എഴുതിയ കുട്ടികളും അടുത്ത വർഷം എഴുതിയ കുട്ടികളെല്ലാം നമ്മളെ മക്കൾ തന്നെയാണ്. അപ്പൊ അടുത്ത വർഷമെങ്കിലും ഇത് പരിഹരിക്കാൻ, ഈ സബ്ജക്റ്റിന്റെ മാർക്ക് കൂട്ടേണ്ട കാര്യമല്ലോ. ഒരു എൻട്രൻസ് എക്സാം, ആ എൻട്രൻസ് എക്സാമിൽ വരുന്ന മാർക്ക് മാത്രം വെച്ച് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ല കോളേജുകൾ കിട്ടുക. ആ നിലയിലേക്ക് ഒരു ഫോർമുല ഉണ്ടായി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളും വിവാദങ്ങളും ഒന്നുമില്ല. പഠിക്കുന്ന കുട്ടികൾ കിട്ടട്ടെ. ആ നിലയിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് സർക്കാർ നേരത്തെ കാലേക്കൂട്ടി. ഇത് വൈകിയതാണ് ഇതിന്റെ പ്രശ്നം. ഇത് നേരത്തെ ആലോചിച്ച് ആവശ്യമായ തീരുമാനങ്ങൾ കൃത്യമായി കോടതിയിലെ ഉൾപ്പെടെ ബോധ്യപ്പെടുത്തി പോവാവുന്ന രൂപത്തിലേക്കുള്ള തീരുമാനങ്ങൾ സർക്കാർ എടുത്ത് മുന്നോട്ട് പോയി അതിനുള്ള ഒരു നിലപാട് ഈ നേരത്തെ പറഞ്ഞതുപോലെ എൻട്രൻസ് കമ്മീഷനൊക്കെ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ വലിയ ഒരു ദയനീയാവസ്ഥയിലേക്ക് കുട്ടികൾ വിട്ടിട്ടുള്ളത്. ഇപ്പോൾ അതാണ് സംസ്ഥാനം വിടുകയാണ്. ശ്രീ ഷെന്നിത്ത്, ഓരോ കുട്ടികളും ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ നിലവാരം ഈ അധികാരികളൊക്കെ തന്നെ അങ്ങ് തകർക്കുകയാണ്. കാരണം സർവകലാശാലകൾ മുഴുവൻ കുളമായി. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലകൾ മുഴുവൻ അങ്ങ് കുളമാക്കി അങ്ങ് അവിടെ ഇട്ടേക്കുകയാണ്. തിരുവനന്തപുരത്ത് സർവകലാശാലയിലേക്ക് വരികയാണെങ്കിൽ കസേര കളിക്കുന്ന ഒരു വൈസ് ചാൻസലറും ഒരു രജിസ്ട്രാറും നമ്മൾ അസാധാരണ സാഹചര്യമാണ്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉണ്ടാകുന്ന പല വെല്ലുവിളികളും ഇന്നിപ്പോൾ ഈ അവസ്ഥയിലേക്ക് താഴെത്തട്ടിലുള്ള വിദ്യാഭ്യാസ മേഖലയും എത്തുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ഒരു അറ്റൻഷൻ കൊടുക്കേണ്ടതാണ് ഷെനിത്ത്? ശ്രദ്ധ മാറുകയാണ്. അതായത് യഥാർത്ഥത്തിൽ പരിഹരിക്കപ്പെടേണ്ടയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് മാറിപ്പോവുകയും അല്ലാത്ത ചെറിയ വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ മാറി അതിന്റെ ബലിയാടുകളായി കുട്ടികൾ മാറുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിനാണ് പരിഹാരം ഉണ്ടാവേണ്ടത്. ഞാൻ മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നേരത്തെ പറഞ്ഞിരുന്നത്, അവിടെ ചേർന്ന് വലിയ ഫീസ് 5 ലക്ഷം രൂപയാണ് ഒരു വർഷത്തേക്കുള്ള ഫീസ്. അത് അടയ്ക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ അവിടുന്ന് കേരളത്തിലെ നല്ല കോളേജുകളിൽ കിട്ടുമ്പോൾ എന്തിനാ അവിടെ പോകണം? നമ്മളിത് ഇവിടുത്തെ വരുന്നത്. ഇവിടെ അപ്പൊ അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറുകയാണ് നമ്മൾ. എങ്ങനെ ഇത് പരിഹരിക്കാൻ കഴിയും എന്നുള്ളത് സംബന്ധിച്ച് ഇപ്രാവശ്യം ഇതിന് പരിഹാരമില്ല എന്നാണ് തോന്നുന്നത്. കാരണം നേരത്തെ പ്രേംകുമാർ സാർ പറഞ്ഞ പോലെ ഇനി നമ്മുടെ മുമ്പിൽ മറ്റു ഓപ്ഷനുകളില്ല. ഉള്ളത് വെച്ച് നേരത്തെ ആ കുട്ടി പറഞ്ഞില്ലേ, എന്തോ പറഞ്ഞില്ലേ, എവിടെയാണോ കിട്ടിയത് അവിടെ പഠിക്കുക. ഇനി വരുന്ന കുട്ടികൾക്കെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട കോളേജുകൾ അവർ പഠിച്ചതിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ പ്രയോറിറ്റി അനുസരിച്ച് അവർക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കാനുള്ള ശ്രദ്ധയാണ് എല്ലാ ഭാഗത്തും ഉണ്ടാവേണ്ടത്. ശ്രീ എൽദോ, ഇപ്പോൾ എൽദോ ഇനി ഇവിടെ നിന്നും മറ്റ് സംസ്ഥാനത്തേക്കുള്ള ഓപ്ഷൻ നോക്കുകയാണ്. കൂടെ പഠിച്ച കുട്ടികൾ ഒരുപാട് പേര് കാണുമല്ലോ, അവരുടെയൊക്കെ കാര്യം എങ്ങനെയാണ്? അവരും മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെയുള്ള അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് തിരക്കി പോയി തുടങ്ങിയല്ലേ? ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്റെ സബ്ജക്ട് തന്നെ എനിക്ക് മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് പോവാണ് ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റ് കാരണം. സബ്ജക്റ്റ് പോലും മാറ്റേണ്ടി വരികയാണ്. സബ്ജക്ട് പോലും മാറ്റി പഠിച്ചാലാണ് നമുക്കൊരു ടോപ്പ് ഗവൺമെന്റ് കോളേജ് കിട്ടുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും. ഒന്നാമത് ജനറൽ കാറ്റഗറി, നോ റിസർവേഷൻ. ഈ വലിയ അന്തരം, അതായത് ഈ 2000 എന്നുള്ളത് 4000 ആയ അവസ്ഥയാണ് എൽദോ പറഞ്ഞത്. ഈ 4000ത്തിന്റെ അടുത്തേക്ക് പോകുക, 1000 റാങ്കിൽ കൂടുതൽ വ്യത്യാസം വന്നത്. അതായത് നമ്മൾ ഈ റാങ്ക് ലിസ്റ്റ് മാറ്റുമെന്നൊക്കെ ഓർത്തപ്പോഴും ഒരു 500 റാങ്കൊക്കെയാണ് പ്രതീക്ഷിച്ചോളൂ. ഇതിപ്പോ വലിയൊരു തിരിച്ചടിയായി പോയി. സർക്കാരിന് വേണമെങ്കിൽ ഒരു ഓർഡിനൻസ് ഇറക്കി ഈ നിയമം കൊണ്ടുവരാമല്ലോ, അവരതിന് പോലും സമയം കൊടുക്കുന്നില്ല. അങ്ങനെയാണ് എനിക്കൊരു അറിവ്. ഈ 100-നകത്ത് കിട്ടിയ പോലെ ഇപ്പൊ 100-നകത്ത് കിട്ടിയ ഒരു റാങ്ക് പട്ടികയിൽ ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി ഇപ്പൊ 2000 സംതിങ്ങിലാണ്. എന്റെ കൂടെ പഠിച്ച ഒരു കുട്ടി ഇങ്ങനെ 200 സംതിങ് ഉണ്ടായിരുന്നു. ഇപ്പൊ അത് 1300-ലേക്കും 1700-ലേക്കും എന്തോ പോയെന്നാ ഇന്നലെ വിളിച്ചു പറഞ്ഞത്.
വല്ലാത്ത അവസ്ഥയാണ് എൽദോ. എന്തായാലും പൊരുത്തപ്പെടുക, നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ തേടുക എന്നല്ലാതെ എന്ത് പറയണം. എല്ലാവരോടും ഈ പറയുന്ന ലക്ഷോപലക്ഷം വരുന്ന വിദ്യാർത്ഥികളോട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളെ ആശ്രയിച്ച് പടുകുഴിയിലേക്ക് പെട്ടു എന്ന അവസ്ഥ നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം ഇതൊരു താക്കീതായി നമ്മൾ തന്നെ എടുക്കുക. ഒരു നെക്സ്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ റിപ്പീറ്റ്, പലരും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മോട് സംസാരിച്ച എൽദോ 1 വർഷം കഴിഞ്ഞിട്ട് റിപ്പീറ്റ് എടുത്ത് വന്നയാളാണ്. റിപ്പീറ്റ് എടുത്ത് വന്ന ആളുടെ ഒരവസ്ഥയാണ് ഈ നമ്മൾ കണ്ടത്. അപ്പോൾ ഈ 1 വർഷം അങ്ങനെയെങ്കിൽ നമ്മൾ സഹിക്കുക, അല്ലെങ്കിൽ ഇതിലും കൂടുതൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിലേക്ക് പോകുക എന്നുള്ളതാണ്. അവസാനമായി ശ്രീ പ്രതാപൻ, എൽദോയെ പോലെയുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷിതാക്കളുടെ അനുഭവം, എൽദോ പറഞ്ഞ അനുഭവം കേൾക്കുമ്പോൾ അവരോട് പറയാനുള്ള കാര്യം വളരെ ചുരുക്കി. തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ പ്രജീഷ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പറയാനുള്ളത്. ഞാൻ നേരത്തെയും പറഞ്ഞു, അത് ഏത് ക്യാമ്പസിലായി, പക്ഷെ അത് പറയാനുള്ളൊരു മടി എന്ന ഒറ്റ കാര്യം കൂടി ചേർക്കാം. അതായത് എഞ്ചിനീയറിംഗിന്റെ പ്രവേശനം എന്ന് പറയുന്നത് അവരുടെ പ്രൊഫഷന് കൂടി നിശ്ചയിക്കുന്നതാണ്. ഇപ്പൊ CET-യിൽ ഒരു കുട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടി എത്രയോ വലിയ ശമ്പളമുള്ള കമ്പനികളിലേക്ക് അവിടുന്ന് നേരിട്ട് വരികയാണ്. അപ്പൊ ക്യാമ്പസ് സെലക്ഷൻ, അതുപോലെ തന്നെ വലിയ തരത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വെയിറ്റും ഉണ്ട്. TKM എഞ്ചിനീയറിംഗ് കോളേജ്, തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ്, അവിടെ വലിയ നിലയിലുള്ള ക്യാമ്പസ് സെലക്ഷൻ നടക്കുന്നു. കുട്ടികളൊക്കെ വലിയ വലിയ കമ്പനികൾ അബ്സോർബ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരു വലിയ സംഗതിയാണ്. നമ്മൾ സാധാരണ ഒരു വിദ്യാലയം പോലെ അല്ല ഒരു പ്രൊഫഷണൽ കോളേജ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അവരോട് പറയാൻ സത്യത്തിൽ വാക്കുകളില്ല. പക്ഷെ എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു വിഷയത്തിൽ, നമുക്ക് ലഭ്യമാവുന്ന വിഷയത്തിൽ നമ്മൾ പരമാവധി ശ്രദ്ധയോടുകൂടി പഠിക്കുക. അതും യഥാർത്ഥത്തിൽ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളായിട്ടുള്ള ആളുകൾക്ക് വിദ്യാലയങ്ങൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുക. അതോടൊപ്പം തന്നെ ഈ പറയുന്ന രീതിയിൽ മറ്റെന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്ന്, ഇത് പഴയ റാങ്ക് ലിസ്റ്റ് പുനഃസ്ഥാപിക്കാനായിട്ട് ഉണ്ടോ എന്ന് വരുന്ന 1-2 ദിവസങ്ങൾ കൂടി അതിന് ശ്രമിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, വളരെയധികം നന്ദി ശ്രീ പ്രതാപൻ, ഒപ്പം ഷിനിത്ത്, അക്ഷയ്, ബിജു, എൽദോ, മറ്റ് രക്ഷിതാക്കൾക്കോടൊക്കെ പറയാനുള്ളത് പോലെ തന്നെ എന്തായാലും നമ്മളൊരു പ്രതിസന്ധിയിലായി, പടുകുഴിയിലായി. അപ്പോൾ അതിൽ നിന്ന് കരകയറാനുള്ള ഒരു സ്റ്റെപ്പ് ആത്മവിശ്വാസത്തോടു കൂടി തേടുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ മൂഢസ്വർഗത്തിലിരുന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന ഈ സർക്കാർ സംവിധാനങ്ങൾക്ക് ഇതൊരു പാഠമായി അവർ സ്വീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്ത് കളിക്കരുത് എന്ന അപേക്ഷ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്.